പിന്നെ ഈ പിന്നെ ഗാസയ്ക്ക് വേണ്ടിയൊക്കെ നിലവിളിക്കുന്നവരടുത്തൊക്കെ നിങ്ങൾ എന്നാണ് ഇന്ത്യക്കാർക്ക് വേണ്ടി നിലവിളിക്കുന്നത്, ഭാരത മക്കൾക്ക് വേണ്ടി എന്ന് നിങ്ങൾ നിലവിളിക്കുന്നു എന്ന് എനിക്ക് ചോദിക്കാൻ താല്പര്യമുണ്ട്. എത്രയോ തവണ പാകിസ്ഥാനിലെ ഭീകരന്മാര് വന്ന് ഭാരതത്തിലെ ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ കൊല്ലുന്ന സമയത്ത് ബോംബെയില് ഒക്കെ ചെയ്ത സമയത്തും കാശ്മീരിൽ ചെയ്ത സമയത്തും ഗുജറാത്തിലെ പിന്നെ സ്വാമിനാരായൺ ടെമ്പിള്, അതുപോലെ തന്നെ ഡൽഹിയിലെ പാർലമെന്റ് ആക്രമണം, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നും നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ ISIS പരസ്യമായിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നത് വീഡിയോ എത്രണ്ണം ഉണ്ട്, ഇതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ എക്സ്പോസ് ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വർഗീയത എക്സ്പോസ് ചെയ്യുകയാണ്. നിങ്ങൾ എത്രയ്ക്ക് മാത്രം മനുഷ്യ സ്നേഹികളാണെന്നുണ്ടെങ്കിൽ ചെറി പിക്ക് ചെയ്യരുത് ഒരിക്കലും. നിങ്ങൾ ജനറൽ ആയിട്ട് നിലകൊള്ളും. പാകിസ്ഥാന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇടം നിങ്ങൾക്ക് ഒരു റൂമൊക്കെ ഇട്. ഇവിടെ ക്ലബ് ഹൗസിലെങ്കിലും ഒരു റൂം ഇട്ടിട്ട് പറ പാകിസ്ഥാൻ കാണിക്കുന്ന തെണ്ടിത്തരമാണെന്ന്. അറ്റ്ലീസ്റ്റ് OIC പറഞ്ഞ ആ ഒരു കൾച്ചറെങ്കിലും നിങ്ങൾ കാണിക്കാൻ നോക്ക് ഇവിടെ റൂം ഇട്ടിട്ട്. ആകപ്പാട് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കുറെ പിന്നെ റൂമുകളിൽ ഈ ഇസ്ലാമിസ്റ്റുകളെ തെറി പറയുക, കുറെ ഇസ്ലാമിസ്റ്റുകൾ ഈ ക്രിസ്ത്യൻസിനെ തെറി പറയുക. രാജ്യത്തിന് വേണ്ടി എന്നാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊള്ളും. ഗാസ ഇതൊക്കെ ലോകത്ത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. നിങ്ങൾ ആഫ്രിക്കയിൽ എത്ര പേര്, പിന്നെ സൊമാലിയയില് ഒരു നേരം പോലും ആഹാരം കിട്ടാൻ, ഞാൻ അവിടെ WHO ഇതിന്റെ പോയിട്ടുള്ളതാണ്. ഞാൻ അവിടെ രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് പട്ടിണിയും ദാരിദ്ര്യവുമായിട്ട് കിടക്കുന്ന ആളുകളുണ്ട്. പിന്നെ കുറെ പേര് ഈ പൈറേറ്റ്സ് ആയിട്ടുള്ള ആളുകള് വെറും ഡ്രഗിന് അടിമകളായിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അവിടെ. ഇത് നിങ്ങളുടെ മുസ്ലിങ്ങൾ തന്നെയപ്പ അതെല്ലാം. അവരെ ആരെയും നിങ്ങൾ കാണുന്നില്ലേ? ഈ സൗദി അറേബ്യയിലെ മുസ്ലിങ്ങൾക്ക് അവിടെ കുറച്ച് സക്കത്ത് കൊടുക്കണമെന്ന് തോന്നുന്നില്ലേ? കുവൈറ്റില്, ഖത്തറില് അവർക്കെന്താ ഈ ഗാസ മാത്രമേ കാണുന്നുള്ളൂ? അവർക്കെല്ലാവർക്കും സൊമാലിയ മുസ്ലിം രാജ്യമല്ലേ? മുസ്ലിങ്ങളല്ലേ അവിടെ 89% പേര്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം കേട്ടോ. 3% ഹിന്ദുക്കൾ അവിടെ ആയിട്ടുണ്ട് സൊമാലിയയിൽ. മുസ്ലിം മതത്തിൽ നിന്ന് മാറുന്നവരാ സൊമാലിയയിൽ. 3% ഇപ്പം ഹിന്ദുക്കള്. പെന്തക്കോസ്തിന് കഴിയാത്തതാണ് പല ഇസ്ലാം രാജ്യങ്ങളിലും ഹിന്ദുസ് ഇവർ ചെയ്യുന്നത്. അത് ഞാൻ അറിഞ്ഞത് ഈ സൊമാലിയയിലൊക്കെ ഈ ശ്രീ രവിശങ്കറിന്റെ പിന്നെ ജീവനകല എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ഫോളോവേഴ്സ് ആണ്. പക്ഷെ അവരെല്ലാരും ഈ പിന്നെ ആദിയോഗി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ പോയ സമയത്ത്. ശരിക്കും പറഞ്ഞാല് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ബോധേഡ് ആകേണ്ടത് സൊമാലിയയെ കുറിച്ചാണ്. കാരണം അറിയോ, കേരളത്തിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. കേരളത്തിന്റെ പിന്നെ ഈ അറബിക്കടല്, അതിന്റെ അപ്പുറത്ത് സൊമാലിയ, അവിടെയാണ്. ഞാന് അവിടുത്തെ മൊഗാദിഷു എന്ന് പറഞ്ഞ അവരുടെ ക്യാപിറ്റൽ സിറ്റി, അതുപോലെ ബർബറ, ബൊസാസോ, ഞാൻ ഓർക്കുന്നില്ല അതൊക്കെ ചില പേരുകളൊക്കെ, ഈ 3 സ്ഥലത്തിന്റെ പേരുകൾ ഓർക്കുന്നുണ്ട്. ഞാൻ WHO ഇതുമായിട്ട് ഹെൽത്ത് ഇതുമായിട്ട് ഞാൻ പോയിട്ടുള്ള അവിടെ. അതിൽ ഈ മൊഗാദിഷു എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ അവരുടെ ഇതുണ്ട്. അതുകൂടാതെ ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ആസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജഗ്ഗി വാസുദേവിന്റെ ആദിയോഗി എന്ന് പറഞ്ഞുള്ള ഇതൊക്കെ ഉണ്ട്. ധാരാളം പേര് വന്നു പോകുന്നുണ്ട് അവിടെ. പലരും ഇതിന്റെ ഫോളോവേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇത് മേ ബി ക്രിപ്റ്റോ ഹിന്ദുസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവരെ.
പേരുകളും ഇതൊക്കെ മാറ്റുന്നില്ല എന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല അതിന്റെ കുറിച്ച്. പക്ഷെ ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ ആൾക്കൂട്ടം ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ. പിന്നെ അവര് ഈ പറയുന്ന കണക്ക് ഈ വയറിന് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ മറ്റേ എന്താ ഈ വാളെടുത്തുകൊണ്ടൊക്കെ തല്ലാനും കൊല്ലാനും പോകുന്നൊന്നും കണ്ടിട്ടില്ല. അവർക്ക് അവിടെ കുറച്ച് ഭക്ഷണം കിട്ടുന്നു, ആ ഭക്ഷണം കിട്ടുന്നതിന്റെ ആ ഒരു ആവേശത്തോടെ അവരെല്ലാരും കൂടെ അവിടെ പോകുന്നു എന്നുള്ള പോലെയൊക്കെയാണ് ഞാൻ കാണുന്നത്. പിന്നീട് അത് കുറച്ച് ഫോളോവേഴ്സ് ആയിട്ട് പോകുന്നു. മേ ബി ഭക്ഷണം കൊടുത്തതിന് നന്ദി കാണിക്കുന്നതായിരിക്കാം. ഇങ്ങനെ ആ കോസ്റ്റൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാല് മുഴുവൻ ഈ പൈറേറ്റ്സ് ആണ്. അവരുടെ ഇതൊക്കെ കാണണം, ആകാരമൊക്കെ കാണണം, എല്ലാം ഭയങ്കര ഹൈറ്റും വെയിറ്റും ഒക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ ഈ രാമായണത്തിലെ മഹാഭാരതത്തിലെ രാക്ഷസന്മാരെ കണക്ക്, ഈ കുംഭകർണം പോലുള്ള രാക്ഷസന്മാരെ കണക്കൊക്കെ തോന്നും എല്ലാരെയും. എപ്പോ നോക്കിയാലും അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എന്തോ ഡ്രഗ്സ്. അതിന്റെ ഭയങ്കര അതിസാഹസന്മാരാണ്. ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് മാത്രം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഏതൊക്കെ സ്പീഡ് ബോട്ടുകളിലൊക്കെ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ പിന്നെ കടലിനുള്ളിലോട്ട് പോയിട്ട് പിന്നെ കപ്പല് പൈറേറ്റ് ചെയ്യാൻ പോകുന്നു. ചിലരൊക്കെ അവിടെ വെച്ച് വെടിവെച്ച് അവിടെ തന്നെ മുങ്ങി മരിക്കും പലരും. എന്നാലും അത്രമാത്രം ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ട് അവിടെ. നിങ്ങൾ അവരെ കുറിച്ചൊക്കെ വേവലാതിപ്പെടും. നിങ്ങളുടെ GCC കൺട്രീസിന്റെ അടുത്ത് പറ, അവരുടെ അടുത്താണല്ലോ കാശുള്ളത്. നിങ്ങളൊക്കെ ഒരു പ്രമേയം പാസ്സാക്കുന്നേ അവിടെ ഇരുന്നിട്ട് കുറെ നിങ്ങളുടെ സമസ്തയുടെ പിന്നെ അധ്യക്ഷതയിലോ അല്ലെങ്കിൽ ഏതോ കാന്തപുരം അതിന്റെയോ സുന്നി ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒക്കെ അതിൽ ഒരു പ്രമേയം പാസ്സാക്കുന്നേ നിങ്ങള്. GCC സൗദി അറേബ്യ കിങ്ങിന്റെ അടുത്ത് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, സൊമാലിയയില് ഞങ്ങളുടെ അയൽവ രാജ്യമാണ്, കേരളത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ പിന്നെ ഒരു രാജ്യമാണ്, അവിടെ പട്ടിണി കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ഐക്യദാർഢ്യം, പട്ടിണി കിടക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു പ്രമേയം. എന്താ ചോദ്യങ്ങളുണ്ട് ഇതൊക്കെ ചോദിക്കാനായിട്ട്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതം അവിടെ എത്രയോ മെഡിസിൻ ഇപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സൊമാലിയയിൽ. കാരണം ഞങ്ങൾ അവിടെ പോയ സമയത്ത് അവിടൊക്കെയുള്ള പല ഈ ചില മെഡിക്കൽ സ്റ്റോറുകളിലും അവിടെ ഇവിടെയൊക്കെ അവര് തന്നെ പറഞ്ഞതാണ്, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് മെഡിസിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവിടുത്തെ ലോക്കൽ ഡോക്ടേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ അവര് പറഞ്ഞു. ഞങ്ങളുടെ നിങ്ങളുടെ രാജ്യക്കാർ ചെയ്യാത്തൊരു കാര്യം, മൻമോഹൻ സിംഗിന്റെ രാജ്യമല്ല, ഇന്ത്യ അല്ല ചെയ്തത് കേട്ടോ, മോദിയുടെ ഇന്ത്യയാണ് ചെയ്തത്. അവിടേക്ക് ഫ്രീ ആയിട്ട് ജീവൻ രക്ഷാ മെഡിസിൻസ്, അതുപോലെ തന്നെ ചില ഈ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും അവിടെ നല്ല മരുന്നുകളില്ല, ആ മരുന്നുകളൊക്കെ ഫ്രീ ആയിട്ട് അവിടെ കൊടുത്തു വിട്ടത്. എന്നിട്ടും നന്ദിയില്ലാതെ ഇവിടെ കിടന്ന് വടക്കോട്ട് നോക്കി കുരയ്ക്കുന്ന ഒരു ജനസമൂഹം. നിങ്ങളെ നന്ദിയില്ല, ഞങ്ങളെ ഒരു കാലത്തും നന്ദി കാണിക്കത്തില്ല, നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്യുന്നു.